ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഇറച്ചിപ്പിടീൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇറച്ചിപ്പിടി എന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ സ്പെഷ്യലാണ് ഈ ഒരു ഇറച്ചിപ്പിടി എന്ന് പറയുന്നത്. നമ്മളെ കണ്ണൂർ, തലശ്ശേരി ആ ഭാഗത്തേക്കൊന്നും വടകരയൊക്കൊന്നുമുള്ള ആണപ്പത്തിരി ആയിട്ട് ഇനി ഒരു ബന്ധവുമില്ല കേട്ടോ. ആണപ്പത്തിരി അല്ല ഇത് ഇറച്ചിപ്പിടി. ഇതിൻ്റെ ടേസ്റ്റും വേറെ തന്നെയാണ്. നല്ലൊരു ടേസ്റ്റാണ്, സൂപ്പറാണ്. അധികം മസാലകളൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറച്ചിപ്പിടിയാണ്. അപ്പോൾ ഈ ഇറച്ചിപ്പിടി ഞാൻ ഉണ്ടാക്കുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബീഫുണ്ട്. അപ്പോൾ ആ ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2-3 വീഡിയോൻ്റെ മുന്നേ ഉള്ള വീഡിയോ. ഞാൻ സൗദിയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലാണ് ഞാൻ ഇതിലേക്കുള്ള ഇറച്ചിയും അതേപോലെ തന്നെ അരിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇറച്ചിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത അരി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ചോറ് വെക്കുന്ന അരി ഇതാണ്, കുറുവ അരിയാണ്. അപ്പോൾ ഏത് ചോറ് അരി വെച്ചിട്ടാണോ നിങ്ങൾ ചോറ് വെക്കുന്നത് ആ അരി എടുത്താൽ മതി. അപ്പോൾ ഇത് കുറുവായതുകൊണ്ട് കുറച്ച് വേവുള്ള അരിയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ 1.5 ഗ്ലാസ്സാണ് എടുത്തത്. ഇതിപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ചതാണ്. അപ്പോൾ കുതിർത്തി വെക്കണം. തലേന്ന് രാത്രി തന്നെ അങ്ങ് കുതിർത്തി വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പൊന്നി അരിയാണ് ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് വേവണ അരിയാണെന്നുണ്ടെങ്കിൽ തിളയ്ക്കണ്ട, നല്ല ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അരി അതിലേക്ക് ഇട്ടിട്ട് തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പം കുറുവായതുകൊണ്ടാണ് തിളപ്പിച്ചതിന് ശേഷം അരി ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചത്. അപ്പോൾ അരി ഞാൻ നല്ലോണം കഴുകിയിട്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിന് അങ്ങനെ കണക്കില്ല, ഇത് അരഞ്ഞ് കിട്ടാൻ ഓരോരുത്തരുടെ മിക്സിയിലും എത്രയാണോ വെള്ളം ഒഴിക്കേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചുകൊണ്ടേരട്ടെ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്ത മാവാണിത്. ഇതിങ്ങനെ അരച്ചതിന് ശേഷം നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നമുക്ക് പൊടി കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം. നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ടിട്ട് നല്ലോണം കുഴയ്ക്കാനുള്ളതാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ പരന്ന പാത്രം എടുത്തത്, അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാണ് ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന അരിപ്പൊടി എന്ന് പറയുന്നത്. ഇത് പുഴുങ്ങലരി തന്നെ പൊടിച്ച പൊടിയാണ്. ഇത് പൊടിച്ച് വറുത്ത് വരുന്ന പൊടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ പിന്നെ ചെയ്തിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. കാണാത്തവരത് കണ്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു പൊടി. അല്ലെങ്കിൽ ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, ഒറോട്ടിപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരിപ്പൊടി ഇടാം കേട്ടോ. പത്തിരിൻ്റെ നൈസ് പത്തിരിൻ്റെ പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കൈ കൊണ്ട് നമുക്ക് ഉരുട്ടാൻ പാകത്തിലുള്ള പാകമാകുന്നവരെ പൊടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എത്ര പൊടി വേണമെന്നുള്ളത് നമുക്കൊരു കറക്റ്റ് മെഷർമെൻറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം കുഴച്ച് നോക്കിയിട്ട് നോക്കുക. ഓരോരുത്തരും ഈ അരി എങ്ങനാനോ അരച്ചത് എത്ര വെള്ളം അതിലുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് അരിപ്പൊടിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അങ്ങനെ കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഹാർഡായിട്ട് കുറേ പൊടി ഇട്ടിട്ട് കുഴക്കണ്ട. ഈ ഒരു പാകമാണ് ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിലാകാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ ഒരു കപ്പ് നിറച്ച് പൊടിയാണ് ഇപ്പോൾ ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് ഫുള്ള് ഈ ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഈ മാവ് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യാൻ നിങ്ങളടുത്ത് എന്താണോ ഉള്ളത് നമുക്ക് അപ്പച്ചമ്പിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ഓട്ടപാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓട്ടപാത്രത്തിൽ ഞാൻ എണ്ണ ഇങ്ങനെ പരട്ടിയിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും നല്ലോണം പരട്ടി കൊടുത്താണ്. ഇനിയിപ്പോൾ അരച്ച മാവിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഉരുളകൾ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇറച്ചിപ്പിടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു പിടീൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ഉരുള ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് സിമ്പിളാണ്, ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അതായത് നീളത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഇറച്ചിപ്പിടി. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീട്ടിൽ 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. ഒരാൾ മാത്രം ആകുന്നേരമാണ് കുറച്ചൊരു പ്രയാസമുള്ളൂ. അല്ലാത്തവർക്ക് 2-3 ആളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ അതെങ്ങനെ മൊത്തത്തിൽ ഈ അരി ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, വേഗം കഴിയും. അപ്പോൾ ഞാൻ ആ അരി മൊത്തം ഇങ്ങനെ ഉരുട്ടിയെടുത്തതാണ്. പിന്നെ ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വല്ലാണ്ട് ചെറുതായിട്ട് ഉരുട്ടാൻ പോകരുത്. കുറച്ച് തടിയിലും കുറച്ച് നീളവും വേണം. ഇതാണ് ഇതിൻ്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത്. ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഇട്ടിട്ട് ഇളക്കുന്ന സമയത്ത് അധികം ചെറുതായി പോയാൽ മൊത്തത്തിലങ്ങ് കലങ്ങിപ്പോവും, മുറിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ മുറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുപ്പത്തിലാക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിത് മൂടിയിട്ട് ഒരു മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു 40 മിനിറ്റ് വേവിക്കലുണ്ട് കേട്ടോ. മിനിമമാണ്, 30 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമുക്കിപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വേണം കേട്ടോ. പെരിഞ്ജീരകം കുറച്ച് കൂടുതൽ ഇടണേ. 1.5 വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ടത്. ഇതിന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അരച്ചുകൊണ്ടുവരട്ടെ.
അപ്പോൾ അത് കണ്ടല്ലോ നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതിനി ഇവിടെ മാറ്റി വെക്കുക. അത് നമുക്ക് കറിക്കുള്ളതാണ്. അപ്പോൾ നമ്മളെ പിടി ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാനതിവിടെ 40 മിനിറ്റാണ് വേവിച്ചെടുത്തത്. അരമണിക്കൂർ മതിയാവും. പക്ഷെ ഞാൻ എപ്പോഴും ഒരു കുറച്ച് കൂടുതൽ വേവിച്ചെടുക്കലുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറണം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇത് തൊടാൻ പോകാവൂ. അല്ലാണ്ട് ചൂടോട് തൊട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് കലങ്ങി പോവുകയാണ് ചെയ്യുക. നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കണ്ടോ ഞാനിപ്പോൾ അത് നല്ലോണം ചൂടാറിയതിന് ശേഷം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ചൂടോടുകൂടി എടുക്കരുത്, നല്ലോണം ചൂടാറിയതിന് ശേഷം എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഞാനൊരു ഉരുളി വെച്ച് കൊടുത്തിട്ട് ചെറിയ കുഞ്ഞ് ഉരുളിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൗകര്യമുള്ള സൈസാണ് ഈ ഒരു സൈസ് എന്ന് പറയുന്നത്. അതിലേക്ക് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു കയ്യിൽ പിടിക്കാനുള്ള ഉള്ളിയേ ഇതുള്ളൂ. ആ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് അങ്ങ് വാടിക്കുഴയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലാണ്. ഇത് തീരുന്നവരെ കുറച്ച് ലാവശ്യമായിരിക്കും. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പിശുക്ക് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ആ കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഒരു തക്കാളിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഉള്ളി ഇതൊന്നും അങ്ങനെ ഒരുപാട് വാടി ഇതാക്കാനൊന്നും നിൽക്കുന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടി മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി മഞ്ഞൾപ്പൊടി. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ എത്രയും കുറച്ച് എന്താ ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വേവിച്ച് കൊണ്ടുവന്നിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ പൊടികൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 കപ്പൊക്കെ മതി. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കുക. അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും, പ്രത്യേകിച്ച് ഉരുളിയാണ്. അപ്പോൾ അത് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഉപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിയും ഈ പൊരിച്ച വെള്ളത്തിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി. കാരണം ഓൾറെഡി ഞാൻ ബീഫിൽ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ഈ ബീഫ് എന്ന് പറയുന്നത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലോട് കൂടിയ ബീഫാണ് ഇതിന് വേണ്ടിയത്. എല്ലോട് കൂടിയ ബീഫ് ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് കുക്കറിൽ വേവിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. വെള്ളമൊക്കെ വറ്റിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോൻ്റെ ലിങ്കാണ്. ഞാൻ അരിപ്പൊടി ഉണ്ടാക്കുന്നതും ബീഫ് ഉണ്ടാക്കുന്നതും ഒക്കെ ഒറ്റ വീഡിയോയിലാണ് കാണിച്ചത്. അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് ഞാൻ മറ്റേ നമ്മളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും, അത് കണ്ടാൽ മതി കേട്ടോ. ഇനി ഇങ്ങനെ എല്ലാം നിങ്ങൾ ഫ്രഷ് ബീഫ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കാണിച്ചതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ എന്നുള്ളത് 2-3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ അതൊക്കെ ഇട്ട് വേവിച്ച ബീഫ് ആയതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കാണിച്ചത്. അപ്പോൾ ആ ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ ആ ബീഫൊക്കെ ഒന്ന് ചൂടായി വരണമല്ലോ. അപ്പോൾ ഞാൻ ആ ബീഫ് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ ആണപ്പത്തിരി മറ്റേ ഇങ്ങനെ ഇറച്ചിപ്പിടി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലോട് കൂടിയ ബീഫ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലില്ലാത്തതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങ അരച്ചത് മുഴുവനായിട്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറി അത്യാവശ്യം ഉണ്ടാവണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്നിട്ട് ഈ തേങ്ങയും ഈ കറിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ കുഞ്ഞി ഉരുളി ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഫുള്ളുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മറിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഉരുളീൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ പലഹാരമൊക്കെ പൊരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കാനും മീൻ പൊരിക്കാൻ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ, കോഴി പൊരിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു സൈസ് വേണമെന്നുള്ള കുറേ ആയിട്ട് അങ്ങനെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ റെഡിയാണോ എന്നുള്ളത്. അപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ട്. അപ്പോൾ ഞാൻ ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, എത്ര ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഫ്രഷ് ബീഫ് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഇത് കുക്കറിൽ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. വെന്തതിന് ശേഷം തേങ്ങ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് നന്നായിട്ട് തിളക്കട്ടെ. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ആ ബീഫും ഈ ഒരു മസാലകളൊക്കെ ഒന്നിച്ചൊന്ന് ടേസ്റ്റ് വരണം. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ ഈ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അടർത്തി വെച്ചിട്ടുള്ള ആ ഒരു ഇറച്ചിപ്പിടിയാണ്.
അപ്പോൾ അത് തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഇറച്ചിപ്പൊടി ഉണ്ടാക്കുന്ന നേരം ബോൺലെസ് ആയിട്ടുള്ള ബീഫ് എടുക്കാൻ പാടില്ല കേട്ടോ. നല്ല എല്ലുള്ള ബീഫ് തന്നെ ആയിരിക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രേവി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. തീ കത്തിച്ച് വെക്കണം, എന്നിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പിടി പൊട്ടിപ്പോകാൻ പാടില്ല. കാണാനും നല്ല ഭംഗി ഉണ്ടാവണം. പൊട്ടിയെന്ന് വെച്ചൊരു പ്രശ്നമൊന്നും വരാനൊന്നുമില്ല, പക്ഷെ എന്നാലും കാണാനും കൂടി ഒരു ലുക്ക് ഉണ്ടാവണമെങ്കിൽ ആ പിടി നമ്മൾ പൊട്ടാണ്ട് ഇളക്കിയെടുക്കണം. പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മല്ലിച്ചപ്പും കൂടെ ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ, എൻ്റെ ഇപ്പോൾ ഈ ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒറ്റ പിടി പോലും പൊട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊട്ടാണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എല്ലോട് കൂടിയുള്ള ബീഫും ആയിരിക്കണം, അതേപോലെ തന്നെ പിടി ഇങ്ങനെ കുറച്ച് വലുതായിട്ട് നീളത്തിൽ ഉണ്ടാവുകയും വേണം കേട്ടോ. അത് രണ്ടും ഒരു ടിപ്പാണ്, ഒന്ന് ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പാണത്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ഈ ഒരു പിടിയിലൊക്കെ ഗ്രേവി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക, നന്നായിട്ട് അമർത്തി വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. അങ്ങനെ തിളച്ച് കഴിഞ്ഞാലാണ് ഈ പിടിയിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ഗ്രേവി പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തിളയൊക്കെ വന്ന് അടിയിൽ നിന്ന് മേലോട്ടേക്ക് ഇങ്ങനെ തിള വരുന്ന കണ്ടില്ലേ, നല്ലോണം അമർത്തി വെച്ചതാണിത്. കരിഞ്ഞു പോകരുത്. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിനി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം തന്നെങ്കിലും മിനിമം അത് മൂടി വെക്കണം കേട്ടോ. എന്നാലാണ് ഇതിൽ ആ ഗ്രേവിയൊക്കെ ഈ പിടി അബ്സോർവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ അന്നേരമാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതാ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, 1/4 മണിക്കൂർ വെച്ച സമയത്ത് തന്നെ ആ ഒരു പിടിയൊക്കെ നമ്മൾ ആ ഗ്രേവി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ ഗ്രേവി ഇപ്പം കാണാനൊന്നുമില്ല, ഫുള്ളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് സെറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് ഇത് സെറ്റായി വന്നോളൂ. ഇതിനിപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇറച്ചിപ്പിടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വടകര, തലശ്ശേരി, കണ്ണൂർ ഭാഗത്തേക്ക് നമുക്ക് ആണപ്പത്തിരി, കക്കറോട്ടി എന്ന് പറയുന്ന സാധനമില്ല, അതാണ് ആണപ്പത്തിരി എന്ന് പറയുന്നത്. കക്കറോട്ടി, കുഞ്ഞിപ്പത്തിരി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതും ഇതുമായിട്ട് എന്താ പറയുക, ഫുള്ളായിട്ട് വ്യത്യാസം തന്നെയാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റേ അല്ല ഇതിന്. അപ്പോൾ ഇത് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇതിന് ശരിക്കും നമ്മളെ ഈന്തുംപിടീൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു ഈന്തുംപിടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പം പിന്നെ നമ്മളെ കുഞ്ഞിപ്പത്തിരിയിലാണെങ്കിൽ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതലും മുന്നിട്ട് നിൽക്കുക. അതുപോലെ തന്നെ ഗരം മസാലൻ്റെ അരി അരക്കണ സമയത്ത് പട്ടയും ഗ്രാമ്പൂ ഏലക്കായി എല്ലാം ഇടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക, നല്ല ജീരകവും അത് മസാലകളൊക്കെ. പക്ഷെ ഇതിൽ ആ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ശരിക്കും ഒരു ഈന്തുംപിടീൻ്റെ ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മളെ മലബാർ ഭാഗത്തേക്ക്, കോഴിക്കോട് ഭാഗത്ത്, മലബാർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സ്പെഷ്യലാണിത്. അപ്പോൾ ഞായറാഴ്ചയൊക്കെ പോത്തിറച്ചിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കോഴിക്കോട് ഭാഗത്തേക്ക് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാണ്, അടിപൊളിയാണ് കേട്ടോ. നമ്മളെ മക്കൾക്കൊക്കെ നാടൻ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണിത്. പണ്ടത്തെ ഇപ്പോൾ ഈ ഇറച്ചിപ്പിടിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ്. കാരണം ഇതിങ്ങനെ നീളത്തിൽ ഉരുട്ടിയിടുക എന്ന് പറയുന്നത് ലേശം ഒരു പണിയുള്ള പോലെ ആയിട്ട് തോന്നും. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാ, ഇനി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോയിൽ അടുത്തതിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.